അങ്ങനെ നമ്മുടെ സുധാകരൻ മാഷ് നീക്കുന്ന സമയത്ത് നമ്മുടെ കമലയാണെങ്കിൽ നല്ല ഉറക്കമാണ്. ആ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ് പറയണം, നീ ഉറങ്ങിക്കോ കമല, ഇന്നലെ മുഴുവൻ അനക്ക് ശ്വാസം മുട്ടലല്ലേ, ഇന്ന് സുഖമായി ഉറങ്ങിക്കോ എന്നൊക്കെ പറയണം. എന്തായാലും സുധാകരൻ മാഷ് ചായയും കൊണ്ട് വരുമ്പോൾ നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ഫിക്സ് ഇളകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ കമലേനെ വേഗം ICUലേക്ക് കയറ്റുന്നുണ്ട്. ICUലേക്ക് കയറ്റുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർമാർ പറയുന്നുണ്ട് നമ്മുടെ കമലയുടെ കണ്ടീഷൻ വളരെ മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധാകരൻ മാഷ് പറയുന്നത് ഡോക്ടറോട് എങ്ങനെയെങ്കിലും കമലേനെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും നമ്മുടെ സുധാകരൻ മാഷ് നമ്മുടെ വിശ്വനെയും ശ്രീജനെയൊക്കെ അറിയിക്കേണ്ട. അവരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ വന്നിട്ട് നമ്മുടെ ചായയൊക്കെ വിശ്വം വാങ്ങി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വിശ്വനും ശ്രീജിയും പറയണ്ടേ, ഇത് നമ്മൾ വിനായക ചേട്ടനെ അറിയിക്കണ്ടേ എന്നൊക്കെ പറയേണ്ടത്. എന്തായാലും നമ്മൾ വിനായകനെയൊക്കെ അറിയിക്കുന്നുണ്ട്. വിനായകനും നന്ദിനി എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും എത്തുന്ന സമയത്ത് നമ്മുടെ കമലയുടെ കണ്ടീഷൻ ആണെങ്കിൽ വളരെ മോശമാണ്. ആ സമയത്ത് നമ്മുടെ ഡോക്ടർ പറയേണ്ടത് എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും, ശ്വാസവേലി കൂടുതലാണ്. ആ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ് ചോദിക്കേണ്ടത് എന്താ ചെയ്യുക, രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കേണ്ടത്. ഞങ്ങളുടെ മാക്സിമം നോക്കാം, പക്ഷേ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അറിയിക്കുന്നവരെയൊക്കെ അറിയിച്ചോളാൻ പറയുന്നുണ്ട് നമ്മുടെ ഡോക്ടർ. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വേദയാണെങ്കിൽ പേടിച്ച് നീക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സേതുലക്ഷ്മി വന്ന് പറയുന്നുണ്ട് നമ്മുടെ രാധികേനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, രാധികയ്ക്ക് BP വളരെ ഡൗൺ ആയി, അതുകൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ICUവിലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. വേദ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കുട്ടീനെ പ്രസവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സേതുലക്ഷ്മി അപ്പോഴേക്കും ഒരു ഫോൺ വരുന്നുണ്ട്, നമ്മുടെ രാധികയുടെ കണ്ടീഷൻ മോശമാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വേദയോട് പറഞ്ഞിട്ട് നമ്മുടെ സേതുലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വിക്രം SIയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്തോന്നറിയില്ല എൻ്റെ മനസ്സ് വല്ലാത്ത വിഷമാവുണ്ട്, എന്തോ എൻ്റെ അമ്മയ്ക്ക് ഒരു അപകടം പറ്റിയ പോലെ തോന്നുന്നുണ്ട് സാറേ, അച്ഛനെയും ഏട്ടനെയും വിളിച്ച് അവർ രണ്ടാളുടെയും ഫോൺ സ്വിച്ച് ഓഫാണ്, ഒന്ന് സാറ് അന്വേഷിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പോലീസുകാർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അന്വേഷിക്കുക, വിക്രം സമാധാനത്തോടു കൂടി പോയിരുന്നോളൂ, ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനാണെങ്കിൽ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ തരുണ്ടും സേതുലക്ഷ്മിയോടും ഡോക്ടർ വന്ന് പറയുന്നുണ്ട് നമ്മുടെ രാധികയുടെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്, ഒന്നില്ലെങ്കിൽ കുട്ടി ഒന്നില്ലെങ്കിൽ അമ്മ, നിങ്ങൾ തീരുമാനിച്ചോളൂ ആരെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തരുൺ പറയേണ്ടത് എനിക്ക് രാധികയെ മതി, കാരണം അവളില്ലാതെ എനിക്ക് പറ്റില്ല, അവൾക്കാണെങ്കിൽ കുട്ടിയില്ലാതെ പറ്റില്ല, പക്ഷേ എന്തായാലും എനിക്ക് രാധികയെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഡോക്ടറോട്. എന്തായാലും നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇത് സിസ്റ്റർ ചെന്നിട്ട് നമ്മുടെ വേദോട് അറിയിക്കുന്നുണ്ട് എങ്ങനെയാണ് ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദയ്ക്കാണെങ്കിൽ സേതുലക്ഷ്മിയെ കണ്ടേ പറ്റൂ. അതുകൊണ്ട് വേദ മെല്ലെ ഇറങ്ങിയിട്ട് നമ്മുടെ സേതുലക്ഷ്മി അടുത്തേക്ക് വരുന്നുണ്ട്. സേതുലക്ഷ്മി ആണെങ്കിൽ വേദയെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, സങ്കടമൊക്കെ പറയുന്നുണ്ട്, എന്താ മോളെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും വേദ കുറേ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദോട് ഡോക്ടർ പറയുന്നുണ്ട് പോയി റൂമിൽ പോയി എന്നോളാൻ പറയുന്നുണ്ട്. നമ്മുടെ വേദ മെല്ലെ പോണ സമയത്ത് കുറേ ഗുണ്ടകൾ വേദയെ തിരഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ആംബുലൻസിൻ്റെ ഡ്രൈവർ അവർക്ക് കൂട്ട് നിൽക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ആംബുലൻസ് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇവളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടി അപ്പം എന്നെ അറിയിക്കണം, ഞാൻ അവളെ കഥ തീർത്തിട്ടേ പോളൂ, നിൻ്റെ പൈസ നീ പറഞ്ഞ അക്കൗണ്ട് നമ്പറിൽ ഞാൻ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ആംബുലൻസ് ഡ്രൈവറും കൂട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വേദയാണെങ്കിൽ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. വേദയ്ക്ക് മനസ്സിലായി അവളുടെ കുട്ടി അപകടത്തിലാണ്, ഇനിയിപ്പോൾ എന്താ അതിനൊരു വഴി എന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് എന്തായാലും അവൾക്ക് അപ്പോഴേക്കും നമ്മുടെ പെയിൻ വരുന്നുണ്ട്, അവൾ അവിടെ വീഴുന്നുണ്ട്. നമ്മുടെ സിസ്റ്റർമാരൊക്കെ കയറ്റിയിട്ട് ലേബർ റൂമിലേക്ക് കയറ്റിട്ടുണ്ട്. നമ്മുടെ രാധികേനെ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും കയറ്റിട്ടുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കമലയ്ക്ക് തീരെ വയ്യാതാവുകൊണ്ട് എന്തായാലും നമ്മുടെ കമല മരിക്കുന്നുണ്ട്. നമ്മുടെ വിക്രത്തിനെ അറിയിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ നന്ദിനി. എന്തായാലും നമ്മുടെ മാഷ് വിക്രത്തിനെ പോലീസുകാരനോട് അറിയിച്ചിട്ട് പോലീസുകാരനോട് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പോലീസുകാരാണെങ്കിൽ അന്വേഷിച്ച് വരുന്നത് വിക്രം വിളിച്ചിട്ട് കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പോലീസുകാരനെ എല്ലാവരും പറഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരനോട് വിക്രത്തിനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വല്ലാതെ പെയിൻ വരുന്നുണ്ട്. അവൾ വല്ലാതെ സേതുലക്ഷ്മിയെ പൊട്ടി കരയുന്നുണ്ട്, പിടിച്ചിട്ട് കരയുന്നുണ്ട്. നമ്മുടെ സേതുലക്ഷ്മി അവളെ ആശ്വസിപ്പിക്കാനൊക്കെ ഉണ്ട്. രാധിക മരിച്ച കൂട്ടമൊക്കെ നമ്മുടെ വേദോട് പറയുന്നുണ്ട്. അവസാനം വേദ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടീനെ നമ്മുടെ സേതുലക്ഷ്മിയെ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ഈ കുട്ടീനെ പൊന്നു പോലെ നോക്കണം, ഈ കുട്ടി എൻ്റെ അടുത്ത് കിടന്നാൽ ഞങ്ങളെ രണ്ടാളെയും കൊല്ലും, ഈ ആസ്പത്രിയിലുള്ള കുറേ ഗുണ്ടകൾ വന്നിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ രണ്ടാളെയും കൊല്ലും, എന്നെ കൊന്നോട്ടെ കുഴപ്പമില്ല, പക്ഷേ ഈ കുട്ടിയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും മാഡം ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് പൊന്നു പോലെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സേതുലക്ഷ്മി പറയുന്നുണ്ട് ഇത് കുറേ കഴിയുമ്പോൾ തരുൺ അറിഞ്ഞാൽ എന്താ ചെയ്യുക, തരുണിൻ്റെ കുട്ടിയല്ല ഈ കുട്ടി നിൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, അവൻ എങ്ങനെ അത് സഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മാഡം ഇപ്പോൾ തൽക്കാലം കൊണ്ടുപോകും, അമ്മ ഇപ്പോൾ കൊണ്ടുപോകും, എന്തായാലും ഞാൻ കുറേ കഴിയുമ്പോൾ നമുക്ക് എല്ലാം തരുൺ സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എൻ്റെ കുട്ടിയെ വാങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ അവളുടെ കുട്ടീനെ നമ്മുടെ സേതുലക്ഷ്മിയെ ഏൽപ്പിക്കുകയാണ്. സേതുലക്ഷ്മിയുടെ രാധികയുടെ കുട്ടി നഷ്ടപ്പെടുന്നുണ്ട്, അമ്മേന് രാധികയും മരിക്കുന്നുണ്ട്, രാധികയുടെ കുട്ടിയും മരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ തരുണാണെങ്കിലോ ഈ കുട്ടിയെ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. അവസാനം ഡോക്ടർ പറയുന്നുണ്ട് ഈ കുട്ടിയെ ഇവിടെ കടത്തിയിട്ട് നിങ്ങൾ പോയി കർമ്മങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നത്. നമ്മുടെ തരുൺ പറയുന്നുണ്ട് വേണ്ട, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ എടുത്തിട്ടാണ് കർമ്മങ്ങൾ ചെയ്തത്,
ചെയ്തിരുന്നത്, അതേപോലെ ഈ കുട്ടി ചെയ്യട്ടെ അവളുടെ അമ്മയുടെ കർമ്മങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തരുൺ ആ കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് രാധികയുടെ ബോഡി ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ വിക്രം വരുന്നുണ്ട്. നമ്മുടെ കമലയുടെ അന്ത്യകർമ്മങ്ങൾ മുഴുവൻ ചെയ്യേണ്ട വിക്രമിനെ നമ്മളെ പോലീസുകാരൻ കൊണ്ടുവരേണ്ടത് കുറച്ച് നേരത്തേക്ക്. എന്തായാലും നമ്മളെ കമലയുടെ ആഗ്രഹം പോലെ നമ്മുടെ വിക്രം തന്നെ കമലയുടെ അന്ത്യകർമ്മങ്ങൾ മുഴുവൻ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സേതുലക്ഷ്മിയാണ് ഇനി നമ്മുടെ വേദയുടെ കുട്ടീനെ വളർത്താൻ പോണത്. വേദ ഇനി എങ്ങനെ ആ കുട്ടീനെ തിരിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.